പി കെ ശശിക്കെതിരെ സിപിഎം നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സെക്രട്ടറിക്ക് കത്ത്. നിരവധി ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തിയ പി കെ ശശിക്കെതിരെ പാർട്ടി തന്നെ നിയമ നടപടി എടുക്കണമെന്നാണ് ആവശ്യം. സിപിഎം സഹയാത്രികനും കേരള പ്രവാസി സംഘം പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഐസക് വർഗീസ് ആണ് എം.വി. ഗോവിന്ദന് കത്തയച്ചത്. പാർട്ടി റിപ്പോർട്ടിംഗ് പ്രകാരം നിരവധി ക്രിമിനൽ പ്രവർത്തനം നടത്തിയ ശശിക്കെതിരെ പാർട്ടി നടപടിയെടുത്തില്ലെങ്കിൽ താൻ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഐസക് വർഗീസ് മീഡിയ വണിനോട് പറഞ്ഞു. സിപിഎം സഹയാത്രികനും നവോത്ഥാന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റും സിപിഎമ്മിന്റെ പ്രവാസി സംഘടനയായ പ്രവാസി സംഘത്തിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഐസക് വർഗീസാണ് എന്നോടൊപ്പം ഉള്ളത്. ഇപ്പൊ പി കെ ശശിക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു കത്താണ് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ ഒരു കത്ത് നൽകാനുള്ള സാഹചര്യം എന്താ? അല്ല, അത് കത്ത് നൽകാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇവിടെ റിപ്പോർട്ടിംഗ് നടന്നു. ആ റിപ്പോർട്ടിംഗ് പാർട്ടി പല നേതാക്കന്മാരുടെയും വിചാരം ഇത് ജനങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. ജനങ്ങളുടെ ഇടയിൽ ഈ വിഷയം വളരെ കാര്യമായി ചർച്ച വന്നു. ഈ കാര്യമായി ചർച്ച വന്നപ്പോൾ അതിൽ പല ക്രിമിനൽ നടപടികളുടെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടിങ്ങിലുണ്ട്. അദ്ദേഹം നടത്തിയിട്ടുള്ള പല ക്രിമിനൽ കാര്യങ്ങളും ആ റിപ്പോർട്ടിൽ കാണിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ മുകൾ തട്ടിൽ നിന്ന് താഴെ തട്ടിലേക്കുള്ള റിപ്പോർട്ടിങ്ങിൽ പി കെ ശശി ഗുരുതരമായ സംഘടനാ അച്ചടക്ക ലംഘനം മാത്രമല്ല നിയമപരമായ പ്രശ്നങ്ങൾ കൂടി വരുത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടിങ്ങിലുണ്ടല്ലേ? തീർച്ചയായിട്ടും 100% ഉണ്ട്. കാരണം ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ ഉന്നത നേതാവിനെ ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പല സഖാക്കളിനെ കേസ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ റിപ്പോർട്ടിങ്ങിൽ പറഞ്ഞ കാര്യമാണ്. ആ റിപ്പോർട്ട് സത്യമാണെങ്കിൽ അദ്ദേഹത്തിന് KTDC ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ പോലും അവകാശമില്ല. ഇത് പറയാൻ പാർട്ടി സഖാക്കൾക്ക് പലർക്കും അറിയാഞ്ഞിട്ടല്ല, അവർക്ക് സാധിക്കില്ല. എന്നെ സംബന്ധിച്ചുള്ള ഈ കാര്യങ്ങൾ കൃത്യമായി പറയാനുള്ള നിലപാട് പോകുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ അപ്പം തന്നെ പരാതി അയച്ചു. ഇന്ന് ഈ വിഷയം അദ്ദേഹം ബിലാലായി മാറിയപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും ആവർത്തിച്ച് പറയേണ്ടി വന്നു. അദ്ദേഹം അത്ര വലിയ സത്യസന്ധനാണെന്നൊന്നും പലർക്കും നിലപാടുണ്ടായിരിക്കും, ഞങ്ങൾക്ക് നിലപാടില്ല. എന്നെ സംബന്ധിച്ച നിലപാടില്ല. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മെയിലിംഗ് ആണോ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒത്തിരി സാമ്പത്തിക ഇടപാടുകൾ മൂപ്പര് നടത്തിയത് കോളേജുമായി ബന്ധപ്പെട്ടും അദ്ദേഹം പല നിയമനങ്ങൾ നടത്തിയുമായി ബന്ധപ്പെട്ടും ബാങ്കായി ബന്ധപ്പെട്ടുമൊക്കെ അദ്ദേഹത്തിനെതിരെ റിപ്പോർട്ടിന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ പരസ്യമായി സംസ്ഥാന സെക്രട്ടറിയോ ജില്ലാ സെക്രട്ടറിയോ മറ്റു ഉന്നത സഖാക്കൾ അറിഞ്ഞിട്ടുള്ള ഒരു തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടിങ് പുറത്തു വരിക. ഈ റിപ്പോർട്ടിങ് ഇവിടെ LC ഏരിയ കമ്മിറ്റി വരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ റിപ്പോർട്ടിങ് നടന്നതിൽ മുഴുവൻ ക്രിമിനൽ പശ്ചാത്തലമുള്ള പല കാര്യങ്ങളുണ്ട്. പാർട്ടി അന്വേഷിച്ചുകൊണ്ട് മാത്രമേ തീരില്ല. ഇത് അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പാർട്ടി തീരുമാനമെടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. അതൊരു പാർട്ടി ശക്തനായൊരു അനുഭാവി. അതെനിക്ക് ആരുടെ ലൈസൻസും വേണ്ട. ഞാൻ പാർട്ടിക്കാരനാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതിലുള്ള കാലം വരെ ഇവ കാര്യങ്ങളെ തുറന്നു പറയാറുണ്ട്. ഈ പാർട്ടി അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി എന്ന നിലയ്ക്കാണ് തരം താഴ്ത്തൽ നടത്തിയിരിക്കുന്നത്. ആ തരം താഴ്ത്തൽ മാത്രം പോരാ, അതായത് ഈ പോലീസിന്റെ നിയമപരമായ നടപടി വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എൻ്റെ പരാതിയിൽ അതാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന് KTDC ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കാൻ പോലും യോഗ്യതയില്ല. ചില തിരുവനന്തപുരത്തുള്ള ചില കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില അടുപ്പത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം ഇരുത്തിയിട്ടുള്ളതാണ്. എൻ്റെ നിലപാട് പാർട്ടി റിപ്പോർട്ടിങ്ങിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ അതിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് സത്യമാണെങ്കിൽ ജാമ്യമില്ലാത്ത വകുപ്പിൽ കേസ് എടുക്കേണ്ടതാണ്. അതെടുക്കാൻ പാർട്ടി തയ്യാറാവണമെന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. ഈ പാർട്ടി ഇനി ഇത് പോലീസിനെ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തന്നെ ഈ പോലീസ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമോ? തീർച്ചയായിട്ടും നിയമ നടപടികളിൽ നിന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ വിഷയത്തിൽ പാർട്ടി ഇതിൻ്റെ നിലപാടെടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ വിഷയം പുറത്ത് പബ്ലിക് അറിയട്ടെ. എന്തൊക്കെയാണ് പി കെ ശശി പാർട്ടിയോട് ചെയ്ത് പാലക്കാട് ജില്ലയിൽ നിന്നുള്ളത് ജനം അറിയട്ടെ. എന്തായാലും ഐസക് വർഗീസിന്റെ പരാതിയിൽ CPM പുതിയ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി എടുക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.